എല്ലാവർക്കും സ്വാമി സൂര്യ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ആൾ ടു സ്വാമി സൂര്യ യൂട്യൂബ് ചാനൽ. ഇന്ന് ദേവി മഹാത്മ്യ നമസ്കാരത്തിലെ 4 നാമങ്ങളും പിന്നെ ലളിത അഷ്ടോത്തര ശതനാമാവലിയിലെ 3 നാമങ്ങളും പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ലളിത അഷ്ടോത്തര ശതനാമാവലിയിലെ നാമങ്ങൾ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ധ്യാനം ചെയ്യുന്നത്. അതായത് 6 മുതൽ 6:20 വരെ ഞങ്ങളുടെ ഗൂഗിൾ മീറ്റിലൂടെ ധ്യാനം ചെയ്യുന്നുണ്ട്. അതിൽ കുറേയധികം ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മന്ത്രങ്ങൾ പറയാം. ടുഡേ വി ആർ ട്രൈയിങ് ടു ഗിവ് വീഡിയോസ് അബൌട്ട് ദേവി മഹാത്മ്യ നമസ്കാര മന്ത്രസ് ആൻഡ് ലളിത അഷ്ടോത്തര ശതനാമാവലി. 3 namas. This 4 plus 3, 7 namas. Now, Lalita. Now we will go for the Namaskara mantras. Ya Devi Sarva Bhudeshu Kshanti Rupena Samsthita. Namastasyai 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 Namo Namaha. या देवी सर्वभूतेषु कान्तिरूपेण संस्थिता. नमस्तस्यै 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 नमो नमः. Shanti and Kanti. Next mantra. या देवी सर्वभूतेषु शान्तिरूपेण संस्थिता. नमस्तस्यै 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 नमो नमः. या देवी सर्वभूतेषु लक्ष्मीरूपेण संस्थिता. നമസ്തസ്യൈ 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 നമോ നമഃ. ഈ 4 നാമങ്ങളും ആവർത്തിച്ച് പറഞ്ഞ് ഹൃദയസ്ഥമാക്കി നിത്യം നമസ്കാരം ചെയ്താൽ വളരെ ഉപകാരപ്രദമായിരിക്കും. പ്ലീസ് ബൈ ഹാർട്ട് ദീസ് 4 namas, repeatedly chant this and do 4 namaskaras. Now totally we have to do 12 namaskaras, not 12, 16 namaskaras, because 4 episodes we have given. ഇപ്പോൾ ലളിത അഷ്ടോത്തര ശതനാമാവലിയിലെ 19, 20, 21 നാമങ്ങൾ പറയുവാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഗിരീശബദ്ധമാംഗല്യ മംഗളായൈ നമോ നമഃ. ഗിരീശബദ്ധമാംഗല്യ മംഗളായൈ നമോ നമഃ. പത്മപാശാങ്കുശലസത്കരാബ്ജായൈ നമോ നമഃ. പത്മപാശാങ്കുശലസത്കരാബ്ജായൈ നമോ നമഃ. പത്മകൈരവ മന്ദാര സുമാലിന്യൈ നമോ നമഃ. പത്മകൈരവ മന്ദാര സുമാലിന്യൈ നമോ നമഃ. ഈ ഗിരീശബന്ധമാംഗല്യ മംഗളായ അതിൻ്റെ അർത്ഥം ശ്രീ പരമേശ്വരനാൽ കെട്ടപ്പെട്ട മംഗളസൂത്രത്തോടു കൂടിയുള്ള കഴുത്ത്, അതായത് ശ്രീ പരമേശ്വരനാൽ ചാർത്തിയ താലിയുള്ള കഴുത്തോടു കൂടി ശോഭിക്കുന്ന ദേവി, ആ ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. പത്മപാശാങ്കുശലസത്കരാബ്ജായൈ, ദേവിയുടെ കൈകളിൽ താമര, പാശം, അങ്കുശം എന്നിവ ധരിച്ചിരിക്കുന്നു. അങ്ങനെയുള്ള ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. പത്മകൈരവ മന്ദാര സുമാലിന്യേ നമോ നമഃ. മന്ദാര പുഷ്പം കൊണ്ട് നിർമ്മിച്ച മാല ധരിച്ച ദേവിയെ ഞാൻ നമസ്കരിക്കുന്നു. ഇതാണ് ഇത് 3ൻ്റെ അർത്ഥം. ഇതും ഹൃദയസ്ഥമാക്കുക. ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും. എന്താ വെച്ചാൽ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിനെ ഹൃദയസ്ഥമാക്കി പറയുമ്പോൾ നമുക്ക് ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നു. പിന്നെ ഈ ധ്യാനം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ശരീരത്തിൽ in order to protect our body and in order to develop our body, for the growth of our body, there are 7 glands. They are called endocrine glands. നമുക്ക് 7 ചക്രങ്ങളുണ്ട്. ആ 7 ചക്രങ്ങളും ഇതോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ്. ഉദാഹരണത്തിന് സഹസ്രാര, അതിനോട് ബന്ധപ്പെട്ടതാണ് പീനൽ ഗ്ലാൻഡ്. പിന്നെ ആഗ്നേയ ചക്ര, അതിനോട് ബന്ധപ്പെട്ടതാണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടും ഈ വീഡിയോ കൊടുക്കുന്നുണ്ട്. ഇത് തൽക്കാലം പറയുന്നത് ഈ ഗ്ലാൻഡുകൾ, അതായത് ഈ ഗ്രന്ഥികൾ നമ്മളുടെ ശരീര വളർച്ചയെ, ബുദ്ധിശക്തിയെ,
എല്ലാം കൺട്രോൾ ചെയ്യുന്നതാണത്. അപ്പോൾ ധ്യാനത്തിലൂടെ ഈ ഗ്രന്ഥികളെ നമുക്ക് പുഷ്ടിപ്പെടുത്തിയാൽ, സഹസ്രാരയെ പുഷ്ടിപ്പെടുത്തുമ്പോൾ പീനൽ ഗ്ലാൻഡ് പുഷ്ടിയാകുന്നു. പീനൽ ഗ്ലാൻഡ് ഈസ് ദ മാനേജർ ഓഫ് ആൾ ഗ്ലാൻഡ്സ്. ഇറ്റ് റീറ്റെയിൻസ് ദി വാട്ടർ ഇൻ അവർ ബോഡി. പിന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ദിസ് ഈസ് ദി പേരൻറ്റ് ഗ്ലാൻഡ്. ഇത് നമ്മുടെ ശരീര വളർച്ച, ബുദ്ധിശക്തി ഇവയെല്ലാം നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ഗ്രന്ഥിയാണത്. ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ആഗ്നേയ ചക്രം. അപ്പോൾ ധ്യാനം ചെയ്യുമ്പോൾ ഈ ഗ്രന്ഥികൾ വികസിച്ച് പുഷ്ടിപ്പെട്ട് നമുക്ക് ശരീര വളർച്ചയെയും ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ധ്യാനം ചെയ്യുക എന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ കൂടെ ഞങ്ങൾ ആവർത്തിച്ച് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി എല്ലാവരും ധ്യാനം ചെയ്താൽ നല്ല ആരോഗ്യം, ദീർഘായുസ്, ശരീര വളർച്ച, ബുദ്ധിക്ക് കൂർമ്മത, മനസ്സിന് നല്ല ശക്തി, പിന്നെ എബോവ് ആൾ അവർ സോൾ വിൽ ബിക്കം വെരി വെരി പവർഫുൾ. നമ്മളുടെ ജീവാത്മാവിന് നല്ല പുഷ്ടിയും ഉത്തേജനവും തേജസ്സും ലഭിക്കുന്നു. ഇതാണ് ഈ ധ്യാനത്തിൻ്റെ പ്രധാനമായ നേട്ടം. ഇത് മനസ്സിലാക്കുക, ധ്യാനത്തിൻ്റെ ക്ലാസ്സിൽ ചേരുക, ഈ മന്ത്രങ്ങളെല്ലാം ബൈ ഹാർട്ട് ചെയ്ത് നിത്യം നമസ്കാരം ചെയ്യുക. ദേവിയുടെ അനുഗ്രഹം പരിപൂർണമായി എല്ലാവർക്കും ലഭിക്കട്ടെ. താങ്ക് യു ആൾ.